ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് പരിശോധിക്കാൻ നമുക്ക് അതിന് നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 37 ലക്ഷമാണ് സിനിമ നേടിയെടുത്തത്. രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ 59 ലക്ഷമാണ് സിനിമ നേടിയെടുത്തത്. അങ്ങനെ ടോട്ടൽ 2 ദിവസം കൊണ്ട് മാത്രം 96 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസ് നേടിയെടുത്തത്. 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1,05,00,000 മുകളിലാണ് കളക്ഷൻ കാണുന്നത്. നമ്മുടെ ലാലേട്ടന്റെ ഈ ഒരു സിനിമ ഞായറാഴ്ച ദിവസം എത്ര കളക്ഷനാണ് നേടിയെടുത്തത്? ഞായറാഴ്ച കേരളത്തിൽ മാത്രം 77 ലക്ഷമാണ് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 3 ദിവസം കൊണ്ട് വീക്കെൻഡ് ആയിട്ട് 1.79 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു കിഡിലൻ കളക്ഷൻ തന്നെയാണ് വീണ്ടും റിലീസ് വന്ന നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടന്റെ ഈ ഇറങ്ങിയ റീസെന്റ്ലി പുറത്തിറങ്ങിയ ഒരുപാട് റീ റിലീസ് സിനിമകൾ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോട്ടാ മുംബൈ വെറും 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 2.2 കോടി നേടിയെടുത്തിരിക്കുകയാണ്. അതും ഈ ഒരു കളക്ഷനിൽ ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ വെളിയിലെ കളക്ഷൻ പോലും ഉൾപ്പെടുത്താതെയാണ് സിനിമയ്ക്ക് 2.2 കോടി കാണാൻ സാധിക്കുന്നത് 3 ദിവസം കൊണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ സിനിമ റീ റിലീസ് വന്നിട്ട് കളക്ഷൻ നേടിയ സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയാണ്. 5.42 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 5,42,00,000. പിന്നെ രണ്ടാം സ്ഥാനം സ്ഫടികമാണ്, 4,95,00,000. പിന്നെ മൂന്നാം സ്ഥാനം മണിച്ചിത്രത്താഴ്, 4,63,00,000. പിന്നെ നമ്മുടെ ചോട്ടാ മുംബൈ വെറും 3 ദിവസം കൊണ്ട് 2,02,00,000. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോട്ടാ മുംബൈന്റെ കിടിലൻ കളക്ഷൻ. കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററിൽ കണ്ടവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. ആ ഒരു എക്സ്പീരിയൻസ് കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് സിനിമയുടെ കൂടുതൽ കളക്ഷൻ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനായിട്ട്.